ഹലോ ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്നാണ് മഴയൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് റെഡിയായി വന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളവിടെ പോകാമെന്ന് വെച്ചു. പോകുന്ന വേറെ എവിടെയല്ല, ഇവിടെ ഒരു സൺഫ്ലവർ ഫാം ഉണ്ട്, ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ സൺഫ്ലവർ കാണുന്നത്. ഞാൻ നേരത്തെ നെൽസണിലുണ്ടായിരുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പോയിട്ടുണ്ട്. നെൽസണിൽ ഒരു സൺഫ്ലവർ ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എൻ്റെ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ വെച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൺഫ്ലവർ എന്തിനാ ഇവർ വളർത്തുന്നതെന്ന് അറിയാം കേട്ടോ. ഇവരിവിടെ മെയിനായിട്ട് സൺഫ്ലവർ വളർത്തുന്നത് സൺഫ്ലവർ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതും കൂടെ ഉണ്ടാക്കാം, കാറ്റിൽ ഫീഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഈ സൺഫ്ലവർ വളരുന്ന ഈ സമ്മർ ടൈമിലായിട്ട് ഒരു പ്രത്യേക ഒരു ചലഞ്ച് ഉണ്ട് ഇവിടെ. അതായത് ഏതെങ്കിലും ഒരു ക്ലബ്ബൊക്കെ നടത്തുന്ന ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ ഒരു ചെറിയൊരു കാർഡ് തരും, അതിൻ്റെ കൂടെ ഒരു ചെറിയ പാക്കറ്റ് സീഡ് ഉണ്ടാവും. അത് സൺഫ്ലവർ സീഡായിരിക്കും, ഒരു 4-5 എണ്ണം വല്ലതും കാണും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സീഡ് നമുക്ക് തന്നിട്ട് നമ്മളോട് പറയും, അത് മുളപ്പിക്കാൻ പറയും. അത് മുളപ്പിച്ച് ചെടിയാക്കി നമ്മൾ ആ ഒരു ചലഞ്ചിൽ പങ്കെടുക്കണം. അതായത് നമുക്ക് ആ സീഡ് കൊണ്ട് വളർത്തി എത്ര ഹൈറ്റ് വരും. ഈ സൺഫ്ലവർ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ടാവും, ഒരു 2 മീറ്ററൊക്കെ ഹൈറ്റുള്ള സൺഫ്ലവർ ചെടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും ഹൈറ്റൊക്കെ പോകും ഈ സാധനം. അപ്പോൾ ഈ സൺഫ്ലവർ ചെടികൾ വളർത്തി ഏറ്റവും ഹൈറ്റുള്ള സൺഫ്ലവർ ചെടികൾ ഉണ്ടാക്കുന്ന ആരാണോ അവർക്കൊരു സമ്മാനമുണ്ട്. അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ട് ഇവിടെ. എനിക്കൊന്നും ഇവിടെ സൺഫ്ലവർ അങ്ങനെ വളർത്താൻ വലിയ പാടൊന്നുമില്ല. വീടുകളിലൊക്കെ ഇങ്ങനെ 1-2 ഒക്കെ സൺഫ്ലവർ ചെടികളൊക്കെ കാണാറുണ്ട്. ഉണ്ട്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ 10-12 മണിക്കൂർ വെയിലുണ്ടല്ലോ. അപ്പോൾ അത്രയും വെയിലുള്ള ഒരു സ്ഥലമാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സൂര്യകാന്തി പോലത്തെ ചെടിയൊക്കെ ഉറപ്പായിട്ടും വളരും. പൂച്ചെടികൾക്കൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ് അങ്ങനെ ഒരുപാട് വെയിലുള്ളത്. അപ്പോൾ കൂടുതൽ സൺലൈറ്റ് കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും. ഈ പൂക്കൾക്ക് കളർ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സൺലൈറ്റാണ്. അപ്പോൾ കൂടുതൽ സൺലൈറ്റ് കിട്ടിയാൽ കൂടുതൽ ഭംഗിയുള്ള പൂക്കളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള വിഷ്വൽസൊക്കെ ഉള്ളത്. ന്യൂസിലൻഡിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇത് എവിടെ നമ്മൾ ഏത് ആംഗിളിൽ ക്യാമറ വെച്ചാലും വളരെ ഭംഗിയുള്ള വ്യൂസാണ് എവിടെ നോക്കിയാലും. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ആ മലമുകളിലൊക്കെ കണ്ട ഒന്നുമില്ല പ്രത്യേകിച്ച്, പക്ഷേ നല്ല ഭംഗിയാണ് അത് കാണാൻ. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വ്യൂസൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള മൊട്ടക്കുന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. കേട്ടിട്ടുണ്ടോ ഈ ട്രാവലേഴ്സ് ഒക്കെ പറയുന്നത്? അവരൊക്കെ പല കൺട്രീസിൽ പോയിട്ടുണ്ടാവും. അവരുടെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ന്യൂസിലാൻഡ് ആയിരിക്കും. അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വിരാട് കോഹ്ലി പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ന്യൂസിലൻഡിന് ഒരു ഭംഗിയുണ്ട്. നമ്മൾ പണ്ട് ഇപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് നല്ല കുറേ ഹിറ്റ് പാട്ടുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെയാണ്, പല രാജ്യങ്ങളിലുള്ള പല സ്ഥലങ്ങളാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതൊക്കെ ന്യൂസിലാൻഡിലെ തന്നെ ഓരോ സ്ഥലങ്ങളാണ്. മലയാളത്തിലും കുറേ ഉണ്ടല്ലോ, മറ്റേ ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയൊക്കെ ആ സിനിമയിലൊക്കെ കുറേ പാട്ടുകൾ അതുപോലെ. സൗത്ത് ഐലൻഡാണ് കുറച്ചുകൂടി ഭംഗി. എനിക്ക് കണ്ടതിൽ വെച്ചിട്ടും കേട്ടതിൽ വെച്ചിട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് സൗത്ത് ഐലൻഡ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഡെൻസ് അല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ഭാഗത്തെല്ലാം വീടായിരിക്കും. ഒരു 100 മീറ്ററിലൊരു
10-15 വീടെങ്കിലും ഉണ്ടാവും തോന്നുന്നു. വീടുകൾ മാത്രം, ഇഷ്ടംപോലെ കടകളും കുഞ്ഞു കുഞ്ഞു കടകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ ഒരു പ്രശ്നമല്ലേ ആക്ച്വലി. നമുക്കിപ്പോൾ ഇത്രയും വീടുകളുണ്ട്, അവർക്ക് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ അങ്ങ് മെയിൻ സിറ്റിയിൽ അല്ലെങ്കിൽ കുറേ ദൂരം ഡ്രൈവ് ചെയ്തൊക്കെ പോകേണ്ടി വരും. പിന്നെ അവരത് യൂസ്ഡ് ആയിരിക്കാം മേ ബി. നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പലചരക്കടയൊക്കെ ഉണ്ടല്ലോ ഓരോ ടൗണിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇവിടെ എന്താ പറയുക, ഉണ്ട് ചെറിയ ഡെയറി എന്ന് പറയും ഇവിടെ. ഡെയറീസ് അല്ലെ സൂപ്പറെറ്റ്സ് എന്നൊക്കെ പറയും. അതായത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, അതിനാണ് ഈ ഡെയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഭംഗിയുള്ള റോഡാണ് നോക്കി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട്. എനിക്ക് 1.5-2 കിലോമീറ്ററെങ്കിലും കാണും അത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയൊക്കെയാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പൂരത്തിനുള്ള ആളുണ്ട്. ഇവിടെ മൊത്തം പാർക്കിംഗ് ഒക്കെ ഒരു സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കളിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ കുറച്ച് ഗാർഡൻ ഉണ്ട്. കൂടാതെ ഒരു റിക്രിയേഷണൽ ഏരിയ. ഇത് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എടുക്കാം. ഫോട്ടോ എടുക്കാൻ എവിടെ കണ്ടാലും ഓടിപ്പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, അതാണ് പരിപാടി. ഇതൊക്കെ പല വെറൈറ്റി ചെടികളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതെന്ന് തോന്നുന്നില്ല. അതിലും $10 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വയ്ക്കാനുള്ള ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കോൺഫീൽഡിലേക്കുള്ളൊരു വിസിറ്റ് ഉണ്ട്. അവിടെ നമുക്ക് പോയി ആവശ്യമുള്ള കോൺസൊക്കെ പറിച്ചിട്ട് അതിന് പേ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫാം. പക്ഷേ ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഇവിടെ ഓപ്പണായിട്ടൊരു വഴിയുണ്ടെങ്കിലും നമുക്കതിന് കയറാൻ പറ്റില്ല. അതിനായിട്ട് ഇവിടെ ഒരു ക്യൂ ഒക്കെ ഉണ്ട്. ക്യൂ ഒക്കെ നിന്ന് വേണം നമ്മളകത്ത് കയറാൻ. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇടിച്ച് കയറി കഴിഞ്ഞാൽ എല്ലാം കൂടെ നശിച്ചു പോകില്ല. അതുകൊണ്ട് അവർ അങ്ങനെ ആൾക്കാരെ ലിമിറ്റ് ചെയ്താണ് അകത്തോട്ട് കയറ്റുന്നത്. കണ്ണീനെ, അതായത് ചെറിയ മുയലുണ്ട്, മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ മുയൽക്കുട്ടിയാണ്. മുയൽക്കുഞ്ഞിനെ നമുക്ക് കയ്യിൽ വെക്കാനവർ തരും. അതാണ് ഇവിടുത്തെ സംഭവം. അതിനാണ് ഞങ്ങളൊക്കെ നിന്നത്. മതി എന്നാൽ കൊടുത്തിട്ട് വാ. ബണ്ണീസിനെ പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറേ ഭംഗിയുള്ള കുറേ പൂക്കളൊക്കെ ഉണ്ട്. അവിടെ വന്ന് ഇതൊക്കെയാണ് കാണാം. ഇതൊന്നും നമുക്ക് പറിക്കാനുള്ള പെർമിഷനില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ പോകുന്നുണ്ട്. ഇത് മറ്റേ സീനിയ എന്ന് പറഞ്ഞ പൂവാണ്. ഇത് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. കണ്ടിട്ട് നമ്മുടെ ചുമന്ന ചീര പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ബന്ദിപ്പൂവുണ്ട് ഇവിടെ. ഇവിടെ ഒരു കോൺ മെയ്സ് ഉണ്ട്. മെയ്സ് എന്ന് പറഞ്ഞിട്ട്. വെൽക്കം ടു ദ ഗ്രേറ്റ് മെയ്സ്. അപ്പോൾ നമുക്കിതിനകത്ത് കയറിയിട്ട് എന്താ സംഭവം നോക്കാം. ചുമ്മാ ഇങ്ങനെ ഒരു മെയ്സ് പോലെ ഇങ്ങനെ നടക്കാനുള്ളൊരു സംഭവം. പാടാണ്, നെൽക്കതിർ പോലല്ലേ ഇരിക്കുന്നു. ഇത് ചോളം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത് ചോളം അല്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇനി ചോളത്തിൻ്റെ പൂവാണോ ഇത്? അങ്ങനെ ഒരുവിധം ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഉടുക്കത്ത് വെയിലും ഉടുക്കത്ത് അതെ, അതിനകത്ത് കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഒരു പഴഞ്ചൻ ട്രാക്ടർ കിടപ്പുണ്ട്. ഇൻ്റർനാഷണൽ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഏതോ ഒരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വന്നേക്കുന്നത് ബട്ടർഫ്ലൈ ഹൗസും ബട്ടർഫ്ലൈ നേഴ്സറി ഉണ്ട്. നേഴ്സറിയിൽ അല്ല, നമുക്ക് കയറാം. ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ വെറുതെ ഇന്നത്തെ ഫ്രഷ് സൺഫ്ലവറൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്.
ബട്ടർഫ്ലൈ ഗാർഡനിൽ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഗാർഡനിലേക്ക് പോവാണ്. സൺഫ്ലവർ ഗാർഡൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ സെക്ഷനിലായിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഗൈസ് ഞങ്ങൾ നടന്നു വരുമ്പോൾ മുഴുവൻ മലയാളികളാണ്. എല്ലാം മലയാളികളാണ്. ഒരു 19 പേരെങ്കിലും മലയാളികളുണ്ട്. ഫാമാണ് ഫ്രാങ്ക്ലിൻ ഫാം യാർഡ് എന്നാണ് എൻ്റെ പേര്. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ കുറച്ച് മൃഗങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി പുറകിലായിട്ട് സൺഫ്ലവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് അവിടെ ആടൊക്കെ ഉണ്ട്. അവിടെ ആട് കുതിര ഒക്കെ ഉണ്ട്. അവിടെ അറ്റത്തായിട്ട് കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. സൺഫ്ലവർ ഇവിടെ കിടപ്പുണ്ട്. സൺഫ്ലവർ പുറകിലാന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഇവിടെ നേരത്തെ നമ്മൾ ആടിനെ കെട്ടിപ്പിടിച്ച പോലെ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ മുയലിനെ കെട്ടിപ്പിടിച്ച പോലെ ഇവിടെ നമുക്ക് ആടിനെ കെട്ടിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ടുള്ളൊരു ക്യൂ ആണ് ഈ കാണുന്നത്. ആ ആടിനെ ഹഗ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോ എടുക്കാവുന്നത് ക്യാൻസൽ ചെയ്തു. കാരണം നല്ല തിരക്കാണ്. മഴയും വരുന്നുണ്ട്. അതെ, ചെറിയൊരു മഴക്കോളം ഉണ്ട്. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇച്ചിരി മഴക്കോളുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കാരണം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് സൺഫ്ലവറൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാം. ഇറങ്ങി തിരിഞ്ഞ് സൺഫ്ലവർ ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന പരന്ന് കിടക്കുന്നതാണ് സൺഫ്ലവർ ഗാർഡൻ. ഇതെന്താണെന്നറിയില്ല. ഇത് ചെറിയ ഇങ്ങനെ ഒരു കായൊക്കെയുള്ള ഒരു ചെടിയാണ്. ഈ നല്ല മാച്ചിങ് കളർ ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ നിൻ്റെ ഡ്രസ്സിൻ്റെ കളറുമായിട്ട് നല്ല മാച്ചിങ് ഉണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടി ടോപ്പ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സ്റ്റെയർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കാം. വാവ്, അടിപൊളി, നൈസ് വ്യൂ. ഇപ്പോൾ ഇതിൽ എന്തുമാത്രം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ? ഇവിടെ അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യം ഓർത്തിരുന്നത് സൺഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് സൺഫ്ലവറും ഇത് കണ്ടത്, ഈ ബട്ടർഫ്ലൈസും. ഇതെന്ത് പൂവ് ഇത്? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല രസമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു ചെറിയ ഫാമും. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി സ്ഥലമാണ്. $25 ഞാൻ പറയുകയാണെങ്കിൽ പുറത്തായിരിക്കും. പിന്നെ വെതർ അത്ര പ്രോമിസിങ് അല്ലായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മഴചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓക്കെ ആയിരുന്നു. വെയിലുണ്ടെങ്കിൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഈ സൺഫ്ലവർ ഗാർഡനിലോട്ട് കയറിയപ്പോഴത്തേന് വെയിലൊക്കെ അങ്ങ് പോയി. ഇച്ചിരി ഡിമ്മായി ലൈറ്റ്. എന്നാലും കുറച്ച് നല്ല ഷോട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരാളെ എക്സ്ട്രാ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നല്ല ഫോട്ടോയും വീഡിയോ കിട്ടും. അതെ, ഇല്ല അറ്റ്ലീസ്റ്റ് ഒരു ട്രൈപോഡെങ്കിലും ആയിട്ട് വന്നാലേ ഉള്ളൂ നമുക്ക് ഇപ്പം കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നല്ല തിരക്കാണ്, നല്ല റഷ് ഉണ്ട് അത്യാവശ്യം. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് എന്താ പറയുക, അവർക്ക് വന്ന് ഇത് കാണാനും ഇത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും അല്ലേ? അതെ തീർച്ചയായിട്ടും. ഇതിപ്പം ഒരു ഡേ ആക്ടിവിറ്റി ആണ് ഇത്. ആക്ച്വലി ഒരു ഡേ ഫുള്ള് നമുക്ക് ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. ഇപ്പോൾ സൈൻ ബോർഡൊക്കെ മറിഞ്ഞു വരുന്നു. നല്ല വിൻഡി കേട്ടോ. ക്ലൈമറ്റ് ഒക്കെ മാറിയല്ലേ? നമ്മൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. വന്നപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ അങ്ങ് മാറി, നല്ല ക്ലൈമറ്റ് ആയി. എന്തായാലും ഇതൊരു അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. ഇത് എവിടെയാണ് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കിട്ടും? റിവർ ഹെഡ് ഏരിയ ആണ് ഇത് ആക്ച്വലി. റിവർ ഹെഡ്, അതെ. അതായത് നമ്മുടെ ഒരു നോർത്ത് വെസ്റ്റ് ഓക്ലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രാങ്ക്ലിൻ എന്നാണ് ഈ ഫാമിൻ്റെ പേര്. ഞാൻ എൻ്റെ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ടൈം ആണല്ലോ, അപ്പം അവരൊക്കെ ആയിട്ട് വന്ന് അല്ലേ
ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. സമ്മർ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു സമ്മറിലേ ഉള്ളെന്ന് തോന്നുന്നു ഇത് ഓപ്പൺ അല്ലേ? സമ്മറിലേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് സൺഫ്ലവർ ഒക്കെ ഇതുണ്ടോ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് കാശ് കൊടുക്കണമെന്നറിയില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഇറങ്ങുമ്പോൾ ഒരു 3 എണ്ണം പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് പറ്റിയൊരു ഏരിയയൊക്കെ ഉണ്ട്. കോഫി, ഐസ്ഡ് കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല മഴ വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അതിന് മുന്നേ വീട് പറ്റണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.